ഒരവധി കിട്ടി, രാവും പകലും നല്ല പോലെ കിടന്നുറങ്ങി, രാവിലെ എഴുന്നേറ്റിട്ടും ഒരു റിഫ്രഷ്ഡ് ഫീലിംഗ് ഇല്ല, ഒരു എനർജി ഇല്ല, അങ്ങനെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? എന്നാലും എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് ഉന്തി തള്ളി ആ ഒരു ദിവസം തീർത്തു. വൈകുന്നേരം വീട്ടിലെത്തുമ്പോഴേക്കും പിന്നെ ഒട്ടും എനർജി ബാക്കിയില്ല. എന്ത് ചെയ്യണം എന്നറിയില്ല. ഒന്ന് വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അതിനുള്ള എനർജി ഇല്ല. ഒരു ചായ തിളപ്പിക്കാനോ ഒരു കുപ്പിയിൽ ഇച്ചിരി വെള്ളം നിറയ്ക്കാനോ പോലും ആവതില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഫുഡ് ഓർഡർ ചെയ്യും, അല്ലെങ്കിൽ അതിനു വേണ്ടി തന്നെ ഫോണിൽ നോക്കിയിരുന്ന് ഇങ്ങനെ എനർജി മൊത്തം തീർന്നു പോകും. തുണി മടക്കി വെക്കുന്നത്, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത്, ആരോടെങ്കിലും മെസ്സേജിന് റെസ്പോണ്ട് ചെയ്യുന്നത്, ഒന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് പോയി കുളിക്കുക, ഇതിന് പോലും എനർജി ഇല്ലാത്ത തരത്തിൽ നിങ്ങൾ എക്സോസ്റ്റഡ് ആയിട്ടിരിക്കുന്ന പോലെ അങ്ങനെ നിങ്ങൾക്ക് തോന്നാറുണ്ടോ? അത് ചുമ്മാ ഒരു ക്ഷീണമല്ല, അതിനെയാണ് ബേൺ ഔട്ട് എന്ന് പറയുന്നത്. എന്താണ് ബേൺ ഔട്ട്? അത് ഒരു ദിവസം നമ്മളുടെ വർക്ക് കൂടുതലായതുകൊണ്ടോ നമ്മൾ കൂടുതൽ പണിയെടുത്തത് കൊണ്ടോ അന്നുണ്ടാവുന്ന ഒരു കാര്യമൊന്നുമല്ല. അത് കുറേ നാളായിട്ട്, കുറേ ആഴ്ചകളും മാസങ്ങളും വർഷങ്ങളുമായിട്ട് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരുന്നിട്ട് ഒരു ദിവസം എൻജിൻ ഷട്ട് ഡൗൺ ആവുന്ന പോലെ നമ്മുടെ മൈൻഡും ബോഡിയും ഷട്ട് ഡൗൺ ആവുന്നതിനെയാണ് ബേൺ ഔട്ട് എന്ന് പറയുന്നത്. ഇത് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. ഇപ്പോൾ നമ്മൾ ഒരു ടെക്കി ആണെങ്കിലോ ഡോക്ടർ ആണെങ്കിലോ ടീച്ചർ ആണെങ്കിലോ അങ്ങനെ എന്ത് ജോലി ആയിക്കോട്ടെ അവർക്ക് സംഭവിക്കാം, ബിസിനസ്സുകാർക്ക് സംഭവിക്കാം, വീട്ടമ്മമാർക്ക് സംഭവിക്കാം, കുട്ടികൾക്ക് സംഭവിക്കാം. സോ അതിന് ഇന്ന കാറ്റഗറി അങ്ങനെയൊന്നുമില്ല. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി ആണെന്ന് വിചാരിക്കുക. ഈ ലാപ്ടോപ്പിൽ കുറേ മീറ്റിങ്സ് ഇങ്ങനെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, ബാക്ക് ടു ബാക്ക് മീറ്റിങ്സ്. ചിലപ്പോൾ ഒരു ലഞ്ച് കഴിക്കാൻ സമയം ഉണ്ടാവില്ല, ഒരു ചായ കുടിക്കാൻ സമയം ഉണ്ടാവില്ല. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം വീട്ടിലെത്തുമ്പോഴും പിന്നെയും കുറേ മെയിൽസ് ബാക്കി ഉണ്ടാവും റെസ്പോണ്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ വർക്ക് ഒന്നും തീരുന്നില്ല. ഡേ മൊത്തം നമ്മൾ ഇത് കൊടുത്തിട്ടും അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ പിന്നെയും കുറേ ജോലി ബാക്കിയായിട്ട് നിൽക്കുക. അപ്പം നമുക്ക് ഇന്ന് അത്രയും ചെയ്തതിന് പ്രൊഡക്റ്റീവായിട്ട് തോന്നുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് തോന്നുന്നത് ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇനിയും ബാക്കിയാണ്. അപ്പോൾ ഭയങ്കര എക്സോസ്റ്റഡ് ആണ് അല്ലേ? അപ്പോൾ നമുക്ക് തോന്നുന്നത് എന്താ, നമ്മളുടെ എനർജി മൊത്തം തീരുകയും ചെയ്തു, മോട്ടിവേഷനൊന്നും കിട്ടുന്നില്ല. കാര്യം പിന്നെയും ജോലി ബാക്കിയല്ലേ, നമുക്ക് അതിൻ്റെ ഒരു സന്തോഷമൊന്നും കിട്ടുന്നില്ലല്ലോ. ഇനിയിപ്പോൾ ഒരു വീട്ടമ്മയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റു, കുട്ടികൾക്കും വീട്ടുകാർക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി അവരെയൊക്കെ റെഡിയാക്കി വിട്ടു. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പണിയൊന്നും തീരുന്നില്ല, അത് ക്ലീൻ ചെയ്യണം, അലക്കണം, അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് വൈകുന്നേരം ഇവർ തിരിച്ചു വരുമ്പോൾ അവർ തോന്നുന്ന എല്ലാം നന്നായിട്ട് കിടക്കുന്നുണ്ട്, അപ്പോൾ വേറെ ജോലിയൊന്നും ഇല്ല. അപ്പോൾ അവർ വന്നു, എന്നിട്ട് അവർ ചോദിക്കത്തില്ല ഹൗ ആർ യു ഫീലിംഗ് ടുഡേ, ഓക്കെ ആയിട്ടാണോ ഇരിക്കുന്നത് എന്നാരും ചോദിക്കുന്നില്ല. അപ്പോൾ അവർക്ക് തോന്നുമോ ദിസ് ഇസ് വാട്ട് ഐ എം സപ്പോസ് ടു ഡു. അത് കഴിഞ്ഞ് രാത്രി ആവുമ്പോഴേക്കും അവർക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റുന്നില്ല. ഈ തിരിച്ചു വന്ന ആൾക്കാരെ പിന്നെയും ശുശ്രൂഷിക്കണം, അവർക്ക് അതുവരെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും, അവർക്ക് അലക്കാനുള്ള തുണികൾ റെഡിയാക്കിയിട്ടുണ്ട്, എല്ലാം ശരിയാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ അവർക്ക് തോന്നുന്നത് ഇത് ഞാൻ ചെയ്യാനുള്ളതാണ്, അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ ആരോടെങ്കിലും പരാതി പറയാനോ പറ്റുന്നില്ല. സോ അത് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ കാര്യമാണെങ്കിൽ അവർ കുറേ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനുണ്ടാവും. ഇപ്പോഴാണെങ്കിൽ കോച്ചിങ് ക്ലാസ്സസ്, ട്യൂഷൻ ക്ലാസ്സസ്, ആ ട്രെയിനിങ് ഈ ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി ക്ലാസ്സസ് ഉണ്ടാവും. അത് പോരാത്ത എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ ക്ലാസ്സസ് വേറെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവർക്ക് കുറേ അസൈൻമെൻറ്റ്സ്, ഹോംവർക്ക്, അവിടുത്തെ ഹോംവർക്ക്, ഇവിടുത്തെ ഹോംവർക്ക്, അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇതെല്ലാം ഡീൽ ചെയ്ത് കഴിഞ്ഞ് അവരൊന്ന് പഠിക്കാനിരിക്കുകയോ അല്ലെങ്കിൽ പഠിക്കുമ്പോൾ ബ്രെയിൻ മൊത്തം ഇങ്ങനെ ഫോഗി ആയിട്ടിരിക്കുകയാണ്, ഒന്നും അങ്ങോട്ട് മനസ്സിലാവാതെ അല്ലേ. അത് കഴിഞ്ഞ് എക്സാംസിനൊക്കെ ചിലപ്പോൾ അവർക്ക് മാർക്ക് അത്ര കിട്ടുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നല്ലപോലെ പഠിച്ച കാര്യങ്ങൾ അവർ മറന്നു പോകുന്നുണ്ടാവും. അങ്ങനെ വരുമ്പോഴേക്കും അവർക്ക് ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങൾ പോലും ഇഷ്ടപ്പെടാതെ ആവും. ചിലപ്പോൾ ആ ഫേവറേറ്റ് സബ്ജക്റ്റ് നോ മോർ അവരുടെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആയിരിക്കില്ല, അവർക്ക് ഇഷ്ടപ്പെട്ടായിരിക്കും ചിലപ്പോൾ അവർ ഗിറ്റാർ വായിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇത് കോമ്പറ്റീഷൻ്റെ പുറകെയൊക്കെ ഓടി ചിലപ്പോൾ അവർക്ക് അതുപോലും ഇഷ്ടമില്ലാതാകുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ. ഇത് ഒരു 3 ജസ്റ്റ് എക്സാമ്പിൾസ് എടുത്തതേ ഉള്ളൂ, എങ്ങനെയാണ് ആ ഒരു ബേൺ ഔട്ട് ഫീൽ ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് അതിലോട്ട് എത്തിപ്പെടുന്നത്. ബേൺ ഔട്ടിന് കുറച്ച് സയൻസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഇമോഷണൽ എക്സോഷൻ. അതായത് നമ്മൾ എന്തൊക്കെ ചെയ്താലും നമുക്ക് ഒരു സമാധാനമോ സന്തോഷമോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല, നമ്മൾ കംപ്ലീറ്റ്ലി ഡ്രെയിൻഡ് ഔട്ട് ആയിട്ട് ഫീൽ ചെയ്യുകയാണ്. അതായത് നമ്മൾ റെസ്റ്റ് ചെയ്താൽ കൂടെ നമുക്ക് ഒരു സമാധാനമോ ഒരു സന്തോഷവും ഇല്ല, നമ്മളിങ്ങനെ വെറുതെ ബ്ലാങ്ക് ആയിട്ടിരിക്കാന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. പിന്നെ വേറൊരു സൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആവുക എന്നുള്ളതാണ്. അതായത് നമുക്ക് സന്തോഷം തന്നുകൊണ്ടിരുന്ന കാര്യങ്ങളോട് നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല, എല്ലാത്തിനോടും ഒരു ഡിറ്റാച്ച്ഡ് മനോഭാവം. നമുക്ക് ഇപ്പോൾ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുന്നതാണെങ്കിൽ അല്ലെങ്കിൽ അവരോട് ഒരു കോൺവെർസേഷനിൽ ഏർപ്പെടുമ്പോഴാണെങ്കിൽ നമുക്കൊരു സന്തോഷം കിട്ടുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഒരു TV ഷോ കണ്ടു എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, ഇഷ്ടമുള്ളൊരു ഫുഡ് കഴിക്കുന്നു, അതിനോട് എന്തോ ഇങ്ങനെ ജീവിച്ചു പോകുന്നു, തട്ടിമുട്ടി എന്ന് പറയില്ലേ, അതേപോലെ കംപ്ലീറ്റ്ലി ഡിറ്റാച്ച്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു, ഒന്നിനോടും ഒരു താല്പര്യം ഇല്ലാത്തൊരവസ്ഥ. പിന്നെ മെയിനായിട്ട് നമുക്കിത് എവിഡൻ്റ് ആയിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പെർഫോമൻസ് എഫക്റ്റഡ് ആവുന്നു എന്നുള്ളതാണ്. നമ്മൾ കുറേ മിസ്റ്റേക്സ് ഉണ്ടാക്കുന്നു, നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, ആൻഡ് നമ്മൾ എന്ത് ചെയ്താലും നമുക്കൊരു പ്രൊഡക്റ്റീവായിട്ട് തോന്നുന്നില്ല. കാര്യം നമ്മൾ നന്നായിട്ടല്ലല്ലോ ചെയ്യുന്നത്. കാര്യം മുന്നേ നമ്മൾ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരുന്നു, ഇപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. ആ ഒരു റെഡ്യൂസ്ഡ് പെർഫോമൻസ്. ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ കുട്ടികൾക്ക് മാർക്ക് കുറയുന്നു, വീട്ടമ്മമാരാണെങ്കിൽ അവർ ചെയ്യുന്നത് അത്ര ഇതായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, ചിലപ്പോൾ ഒരു ഫ്രസ്ട്രേഷൻ ആയിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ മിസ്റ്റേക്സ് വരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താലും നമുക്കൊരു പ്രൊഡക്റ്റീവായിട്ട് തോന്നുന്നില്ല, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, നമ്മൾ എൻജോയ് ചെയ്യുന്നില്ല.
നമ്മൾ ഭയങ്കര എന്തൂസിയാസത്തോടു കൂടി ആയിരിക്കാം ചിലപ്പോൾ ആ ഒരു ജോലി എടുത്തത്, പക്ഷെ ഇപ്പോൾ നമുക്ക് ആ ഒരു താല്പര്യം തോന്നുന്നില്ല. എന്തുകൊണ്ടാണ് ബേൺ ഔട്ട് സംഭവിക്കുന്നത്? നമ്മൾ കുറേ മണിക്കൂറുകൾ വർക്ക് ചെയ്യുന്നത് കൊണ്ടല്ല ബേൺ ഔട്ട് സംഭവിക്കുന്നത്. ചില ആൾക്കാർ 10-14 അവേഴ്സ് കൂടെ വർക്ക് ചെയ്താലും അത് തോന്നാത്തവരുണ്ട്. പക്ഷേ ചില ആൾക്കാർ 5-6 മണിക്കൂറേ വർക്ക് ചെയ്യുന്നുള്ളെങ്കിലും തോന്നുന്നവരുണ്ട്. ഇറ്റ്സ് നോട്ട് അബൌട്ട് ലോങ് അവേഴ്സ്, പക്ഷേ ഇറ്റ്സ് അബൌട്ട് വർക്കിംഗ് വിതൗട്ട് ബാലൻസ്. സോ നമ്മൾ എന്ത് ചെയ്യുവാണെങ്കിലും നമുക്കതിനൊരു ബാലൻസ് ഉണ്ടാവണം. നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് സമയം നമുക്ക് വേണ്ടി തന്നെ ഉണ്ടാവണം. അങ്ങനെ ഇല്ലാതെ വരുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. വർക്ക് പ്ലേസിലാണെങ്കിൽ നമ്മൾ എപ്പോഴും അവൈലബിൾ ആയിട്ടിരിക്കുന്നു. രാത്രിയാണെങ്കിൽ ഇമെയിൽസിനൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നു. നമുക്കൊരു ടൈം ആ ഈ സമയത്ത് ഇത് അങ്ങനെ ഇല്ലാതിരിക്കുന്നു. അപ്പോൾ എപ്പോഴും നമ്മൾ സ്ട്രെസ്ഡ് ആണ്. എപ്പോഴും നമ്മൾ ജോലി ചെയ്യുന്ന പോലെയാണ് നമ്മുടെ ബ്രെയിനിന് മനസ്സിലാവുന്നത്. ഒന്നും പോരാനായിട്ട് കുറേ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഡെഡ് ലൈൻസ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണെങ്കിലും നമ്മൾ ഭയങ്കര പ്രഷറിലാണ് നിൽക്കുന്നത്. കാര്യം ഇത് നടത്താൻ പറ്റില്ല, പക്ഷെ എന്നാലും നമ്മളത് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ എക്സോസ്റ്റഡ് ആവും. പിന്നെ ചില ആൾക്കാർക്ക് ഭയങ്കര പേഴ്സണൽ പ്രഷർ ഉണ്ടാവും. ഒന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പ്രൊഡക്റ്റീവ് അല്ല, അപ്പോൾ പിന്നെ ഞാൻ ഒന്നിനും കൊള്ളത്തില്ല, അല്ലെങ്കിൽ വേറെ ആൾക്കാർ എന്നെക്കാളും മുന്നേ കയറി പോകും, അങ്ങനത്തെ തോട്ട്സ്. ചില ആൾക്കാർക്ക് ലീവ് എടുക്കാൻ പോലും പേടിയാണ്, മടിയാണ്. അങ്ങനെ ഒരു വയ്യായിക അല്ലാതെ ലീവ് എടുക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് പോകാൻ വേണ്ടി ലീവ് എടുക്കുക, അതുപോലും പറ്റാത്ത ആൾക്കാരുണ്ട്. സോ അവർക്ക് റെസ്റ്റ് എടുക്കുക അല്ലെങ്കിൽ ഇതെന്ന് പറയുന്നത് ഒരു ഇൻറ്റേർണൽ തിങ് ആണ്, ഒരു പേഴ്സണൽ പ്രഷറാണ്. നിങ്ങൾക്ക് പേഴ്സണലായിട്ട് കുറച്ച് ടൈം വേണ്ടതാണ്. ഇപ്പം നിങ്ങൾ അത് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ചുമ്മാ ഒരു എൻജോയ്മെൻറ്റ്, എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോയി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഫോർ എൻജോയ്മെൻറ്റ് നിങ്ങൾക്ക് വേണ്ടി മാത്രം ചെയ്തത് എപ്പോഴാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അതൊന്നും നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവസാനം നമ്മൾ ബേൺ ഔട്ട് ഫീൽ ചെയ്യേണ്ടി വരും. നമ്മളിന്ന് ഒരു ഹസിൽ കൾച്ചറിലാണല്ലോ ജീവിക്കുന്നത്. സോ എല്ലാവരും ബിസി ആയിട്ട് എപ്പോഴും ഇരിക്കുന്നതിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, എനിക്ക് ബാക്കി ഈ ഒരു ഇത്രയും മണിക്കൂറുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യാം, ഈ ഒരു മണിക്കൂർ കൊണ്ട് ഞാൻ ഇവിടെ ജോലി ചെയ്യാം. അങ്ങനെ നമ്മൾ ബിസി ആയിട്ടിരിക്കുന്നതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. സോ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ബേൺ ഔട്ട് വരുന്നുണ്ടെങ്കിൽ അതിനെ ടാക്കിൾ ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും? അല്ലാന്നുണ്ടെങ്കിൽ ബേൺ ഔട്ട് വരാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്കിപ്പോൾ വൈകുന്നേരം ഒരു 7 മണി കഴിഞ്ഞാൽ നമുക്ക് ജോലി ചെയ്യേണ്ട, ചില മെയിൽസൊക്കെ നമ്മൾ അപ്പോൾ തന്നെ റെസ്പോണ്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആ മെയിൽസ് അവിടെ കിടന്നോട്ടെ, അത് നമുക്ക് ആവശ്യമുള്ള അതിനുള്ള സ്പെസിഫിക് ടൈമിൽ റെസ്പോണ്ട് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നാളെ ജോലി അടുത്ത ദിവസം ചെയ്യുക. ലേറ്റ് നൈറ്റ് ആകുമ്പോഴേക്കും റെസ്പോണ്ട് ചെയ്യാനിരിക്കുക, അല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ മാറ്റി വയ്ക്കുക. എന്നിട്ട് ദിവസം മൊത്തം അവൈലബിൾ ആയിട്ട് ഇരിക്കാതിരിക്കുക. അതിനൊക്കെ ഒരു ടൈം കൊടുക്കുക. ഇപ്പോൾ നമ്മൾ വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ നമ്മൾ ഓഫീസിൽ പോയാൽ എങ്ങനെയായിരിക്കും വർക്കിന് അവൈലബിൾ ആവുന്നത്, അതേപോലെ ഫിക്സ്ഡ് അവേഴ്സ് കൊടുക്കുക. അത് കഴിഞ്ഞാൽ ലാപ്ടോപ്പ് അടച്ചു വെച്ചിട്ട് സ്വന്തം കാര്യം നോക്കുക, ലൈഫ് നോക്കുക, അങ്ങനെ ചെയ്യുക. ബ്രേക്സ് എടുക്കുക എന്നുള്ളതാണ്. അതിനൊരു കുറ്റബോധം തോന്നേണ്ട കാര്യമില്ല. ഗിൽറ്റ് ഇല്ലാതെ തന്നെ ബ്രേക്സ് എടുക്കുക. ഇപ്പം നിങ്ങൾ ഒരു 10 മിനിറ്റ് ഒരു ടീ ബ്രേക്ക് എടുക്കുക, അല്ലെങ്കിൽ നടക്കാൻ പോവുക. സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ബ്രേക്ക് കൊടുത്ത് മനസ്സിന് ഒന്ന് ബ്രീത്ത് ചെയ്യാൻ അവസരം കൊടുക്കുക. പോയി കിടന്ന് ഉറങ്ങുക ഉറങ്ങുന്നതല്ല ബ്രേക്ക് എന്ന് പറയുന്നത്. ആ സമയം ബ്രെയിൻ അത് കിടന്ന് ഉറങ്ങുന്നത് റിലാക്സ് ചെയ്യുന്നു. ആ സമയം നല്ല പണി നടക്കുന്നുണ്ട് ആക്ച്വലി ബ്രെയിൻ, അല്ലേ? പക്ഷേ നമ്മൾ കുറച്ച് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി നടക്കുക, ചെയ്യുക, അങ്ങനെയൊക്കെ. ഇപ്പോൾ കുട്ടികളുള്ളവരാണെങ്കിൽ ചിലപ്പോൾ വേറെ ആൾക്കാരുടെ ഒരു ഹെൽപ്പ് എടുക്കുക കുട്ടികളെ നോക്കാൻ വേണ്ടി. ഇപ്പോൾ കുറേ പേര് എൻ്റെ അടുത്ത് പറയാറുണ്ട്, ലേഡീസ് ആണെങ്കിൽ എസ്പെഷ്യലി അവർ കല്യാണം കഴിഞ്ഞ് കുട്ടികളായി കരിയർ ബ്രേക്കായി, അപ്പോൾ പിന്നെയും തിരിച്ചു പോകുമ്പോൾ അത് പിന്നെ മോം ഗിൽറ്റ് ഉണ്ട്, കുഞ്ഞുങ്ങളെ നോക്കാതെ അവിടെ പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് മാക്സിമം അവരവിടെ കൊടുക്കാൻ ശ്രമിക്കും. അപ്പോൾ അവർക്ക് പേഴ്സണൽ ടൈം ഇല്ല, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ നമുക്ക് ഡിഫിക്കൾട്ടാണ് കുറേ കാര്യങ്ങൾ. പക്ഷേ നമ്മളെ കൂടെ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഹെൽത്തി വേർഷൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, അല്ലേ? നമ്മൾ ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് നമ്മളൊരു ജീവൻ ഇല്ലാത്ത പോലെ, എനർജിയും ഇമോഷൻസും ഇല്ലാത്ത പോലെ ഇരുന്ന് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ വേറൊരാൾക്ക് അവൈലബിൾ ആകുമ്പോൾ നമ്മൾ അതൊരു ഹെൽത്തി അവൈലബിലിറ്റി അല്ല. സോ നമ്മളെ തന്നെ റീചാർജ് ചെയ്യണം, എന്നാലല്ലേ പറ്റുള്ളൂ. ഒരു കപ്പിൽ നിന്ന് നമ്മൾ ചായ ഒഴിക്കണമെങ്കിൽ ആ കപ്പ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണമല്ലോ. ആ കപ്പ് ഫില്ല് ചെയ്തില്ലെങ്കിൽ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതേപോലെ നമുക്ക് വേണ്ടി ബ്രേക്സ് എടുക്കുക. അതിൻ്റെ അതിലൊരു ഗിൽറ്റും ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. ഈവൻ ജസ്റ്റ് ഒരു 10 മിനിറ്റ് ചുമ്മാ ഒറ്റയ്ക്ക് ഒരിടത്ത് പോയി ഇരുന്ന് ചായ കുടിക്കുന്നത്, അത് എൻജോയ് ചെയ്യുന്നത് പോലും ഒരു ടേക്കിംഗ് ടൈം ഫോർ യുവർ സെൽഫാണ്. പിന്നെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ അടുക്കളയിൽ കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഡാൻസ് കളിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പടം വരയ്ക്കുന്നതോ അത് എൻജോയ് ചെയ്യുന്നതോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് കുഞ്ഞു കുഞ്ഞു ജോയ്സ് കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുക്ക് വായിക്കുന്നു. ജസ്റ്റ് വലിയ ബുക്കൊന്നും വായിക്കേണ്ട, നമുക്ക് ചുമ്മാ ഒരു രസം തോന്നുന്നത്, ഒരു ബാലരമ പോലും വായിക്കുന്നത് പോലും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ അത് ചെയ്യുക. ആൻഡ് ഇതിനെല്ലാത്തിനും വലിയ വലിയ അർത്ഥങ്ങൾ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ വലിയ കാര്യമില്ല, പ്രൊഡക്റ്റീവ് അല്ലാത്തൊരു കാര്യം ചെയ്തതിന് ബാഡ് ഫീലിംഗ് ഉണ്ടാവേണ്ട കാര്യമില്ല. നമുക്കത് സന്തോഷം തരുന്നുണ്ടോ അത് ചെയ്യുക. വേറെ ആൾക്കാരും ഉപദ്രവിക്കുന്നൊന്നുമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ പറയാനുള്ളത്, ഇതെല്ലാം ചെയ്തിട്ടും പറ്റുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര എക്സോസ്റ്റഡ് ആണ്, ഇതെന്തെങ്കിലും ട്രൈ ചെയ്യാൻ കൂടെയാണെങ്കിൽ ആസ്ക് ഫോർ ഹെൽപ്പ്.
ആൾക്കാരോട് സംസാരിക്കുക. ഫ്രണ്ട് ആയിക്കോട്ടെ, കൊളീഗ് ആയിക്കോട്ടെ, പാർട്ട്ണർ ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു തെറപ്പിസ്റ്റിനെ കണ്ട് സംസാരിക്കുക ഇതിന്ന് പുറത്തോട്ട് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഹെൽപ്പ് എടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും പ്രൊഡക്റ്റീവ് ആകാൻ പറ്റില്ല. നമ്മൾ ഈ പ്രൊഡക്റ്റീവ് ആകാൻ വേണ്ടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അവസാനം നമ്മൾ തന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റീവ് ആകാനും പറ്റില്ല. ഇതിൻ്റെയൊക്കെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടല്ലോ. നമ്മൾ കുറേ ജോലി ചെയ്ത് ഒരു പൊസിഷനിൽ എത്തുന്നു, അല്ലെങ്കിൽ കാശ് ഉണ്ടാക്കുന്നു, ഇതൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയില്ല. അവസാനം നമ്മൾ തന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മളിത് എൻജോയ് ചെയ്യുന്നത്? സോ അത് കാരണം ആസ്ക് ഫോർ ഹെൽപ്പ്. നമ്മൾ ബേൺ ഔട്ട് ആയി എന്ന് വിചാരിച്ച് നമ്മൾ വീക്കാണെന്നല്ല അതിനർത്ഥം. നമ്മൾ കുറേ നാളൊരു ബ്രേക്കും ഇല്ലാതെ സ്ട്രോങ് ആയിട്ട് ഓടിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് ഇതിനർത്ഥം. നമ്മളൊരു ലോങ് ട്രിപ്പ് പോവുകയാണെങ്കിൽ വണ്ടിയുടെ എൻജിൻ ചൂടായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പോൾ കുറച്ച് നേരം അതൊരിടത്ത് നിർത്തുമല്ലേ, അതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി, അതിനൊന്ന് കൂളാവാൻ വേണ്ടി. നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് വേണ്ടി തന്നെ അങ്ങനെ ഒന്നും ചെയ്യാത്തത്? കാര്യം ഒരു വണ്ടിയെ നമ്മൾ അത്രയും കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് അല്ലേ? നമ്മളുടെ ഒരു അച്ചീവ്മെൻറ്റ്സോ ജോലിയോ പ്രൊഡക്ടിവിറ്റിയോ ഒന്നുമല്ല മാറ്റർ ചെയ്യുന്നത്, നമ്മളാണ്. നമുക്ക് ആരോഗ്യമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഒരു മാസം 2 മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞാൽ വർക്ക് ചെയ്യാൻ നമ്മൾ ഉണ്ടാവണ്ടേ? അപ്പോൾ പ്രയോറിറ്റൈസ് യുവർ സെൽഫ് ആൻഡ് റെസ്റ്റ് നോർമലൈസ് ചെയ്യുക. കുറച്ചൊക്കെ റെസ്റ്റ് എടുക്കുന്നത്. നമ്മൾ എപ്പോഴും എന്തും ചെയ്താൽ അത് പ്രൊഡക്റ്റീവ് ആവണം, എന്തെങ്കിലും ഒരു ഗുഡ് തിങ് അതിൽ നിന്ന് വരണം എന്ന് വിചാരിക്കേണ്ട. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. ഇഫ് യു റെസനേറ്റ് വിത്ത് ഇറ്റ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ ബേൺഡ് ഔട്ട് ആണെന്ന്, അല്ല നിങ്ങൾക്കിത് ആണോ അല്ലയോ എന്ന് മനസ്സിലാവുന്നില്ല, എങ്ങനെ പുറത്ത് വരണം എന്ന് മനസ്സിലാവുന്നില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൺസേൺസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ഇറ്റ്. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. താങ്ക് യു.